ഷിപ്പിംഗ് ഗോൾഡ് എന്ന വിളിപ്പേരുള്ള കഥ നിങ്ങൾക്കറിയാമോ? അമേരിക്കയിലെ പ്രധാന നഗരമായ കാലിഫോർണിയയിൽ 1848 ജനുവരി 24-ന് ജെയിംസ് മാർഷൽ എന്ന തൊഴിലാളി സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തുന്നതിലൂടെയാണ് കഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നാലെ തെളിഞ്ഞത് സ്വർണത്തിന്റെ വൻ നിക്ഷേപമായിരുന്നു. അങ്ങനെ കിട്ടിയിരുന്ന സ്വർണം പിന്നീട് കപ്പലുകൾ വഴി അമേരിക്കയുടെ കിഴക്കൻ പ്രദേശത്തേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. അതിനായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന കപ്പലായിരുന്നു SS സെൻട്രൽ അമേരിക്ക. 1857 സെപ്റ്റംബർ 3-ന് പനാമയിലെ അസ്പിൻവാർ അഥവാ ഇന്നത്തെ കൊളോൺ എന്ന സ്ഥലത്ത് തുറമുഖത്ത് നിന്നും ഈ കപ്പൽ പുറപ്പെടുന്നു. ന്യൂയോർക്ക് സിറ്റി ലക്ഷ്യമിട്ട് ഇറങ്ങിത്തിരിച്ച SS സെൻട്രൽ അമേരിക്കൻ കപ്പലിൽ ഉണ്ടായിരുന്നത് 477 യാത്രക്കാരും 101 ജീവനക്കാരും അടക്കം 578 പേരായിരുന്നു. കൂടാതെ 13 ടണ്ണിൽ അധികം സ്വർണവും ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. എന്നാൽ 6 ദിവസങ്ങൾക്ക് ശേഷം അഥവാ സെപ്റ്റംബർ 9-ന് അവരാരും പ്രതീക്ഷിക്കാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുന്നു. ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന്റെ കൂടെ മഴയും കൂടി എത്തിയതോടെ കപ്പലിൽ വെള്ളം ഇരച്ചു കയറി. ജീവനക്കാരും യാത്രക്കാരും വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിച്ചെങ്കിലും കാറ്റിന്റെ ശക്തി അതിനെയെല്ലാം വിഫലമാക്കി. 2 ദിവസം കഴിഞ്ഞിട്ടും കാറ്റിനും മഴയ്ക്കും ശക്തി കൂടി എന്നല്ലാതെ ഒരു തരത്തിന് കുറഞ്ഞില്ല. തുടർന്ന് സെപ്റ്റംബർ 12-ന് ക്യാപ്റ്റനായ വില്യം ഹെർണാണ്ടിന്റെ നിരന്തരമായ സഹായ അഭ്യർത്ഥനയെ തുടർന്ന് SS എലൻ എന്ന കപ്പൽ ഇവർ കുടുങ്ങിയ സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഹെർണാണ്ടിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളെയും സ്ത്രീകളെയും അടക്കം 153 പേർ ആ കപ്പലുകളിലേക്ക് കയറി. തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് നിരവധി സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നു. SS എലൻ എന്ന കപ്പലും ആ കൊടുങ്കാറ്റിൽ എങ്ങും പോകാനാകാതെ കുടുങ്ങി. കൊടുങ്കാറ്റിന്റെ ശക്തി വീണ്ടും കൂടിയതോടെ മറ്റു കപ്പലുകൾക്കും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിലും ഇതുമൂലം പ്രശ്നങ്ങൾ നേരിട്ടു. എന്നാൽ ആ ദിവസം തന്നെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ രാത്രി ഏകദേശം 8 മണിക്ക് SS സെൻട്രൽ അമേരിക്ക എന്ന കപ്പൽ കടലിനടിയിലേക്ക് മുങ്ങിത്താഴുന്നു. 425 പേരുടെ ജീവനാണ് ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. മാത്രമല്ല 10 ടണ്ണിലധികം സ്വർണവും കടലിനടിയിലേക്ക് താഴ്ന്നു. പിറ്റേ ദിവസം കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ സഹായത്തിനായി മറൈൻ എന്ന കപ്പലും കൂടി എത്തിയതോടെ അവിടെ കുടുങ്ങിയ SS എലനിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെയും രക്ഷപ്പെടുത്തി. പക്ഷെ അപ്പോഴേക്കും SS സെൻട്രൽ അമേരിക്ക മുഴുവനായി കടലിൽ മുങ്ങിത്താഴ്ന്നിരുന്നു. SS സെൻട്രൽ അമേരിക്കയുടെ ക്യാപ്റ്റനായിരുന്ന വില്യം ഹെർണാണ്ടിന്റെ ധീരപ്രവൃത്തിയെ ഇന്നും അമേരിക്ക വാഴ്ത്തുന്നു. പിന്നീട് 130 വർഷങ്ങൾക്ക് ശേഷം 1988-ൽ ടോമി തോംസൺ എന്ന അമേരിക്കൻ ഗവേഷകന്റെ നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിൽ ദക്ഷിണ കരോലിന തീരത്തിന് സമീപമായി ഏകദേശം 2 കിലോമീറ്റർ ആഴത്തിലായി സ്വർണ്ണ നാണയങ്ങളും പൊടികളും കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ നഷ്ടപ്പെട്ടതിന്റെ ചെറിയ ശതമാനം മാത്രമാണ് അന്ന് അവർക്ക് കിട്ടിയത്. ബാക്കി ഇന്നും ആ കടലിനടിയിൽ ഭദ്രമാണ്. അതിനാൽ തന്നെയാണ് ഈ കപ്പലിന് ഷിപ്പിംഗ് ഗോൾഡ് എന്ന പേര് വന്നത്.